Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. സോ അതിൽ ടോട്ടലായിട്ട് നമുക്ക് 9 യൂണിറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ആ സബ്ജക്റ്റിന്റെ പേര് പറയുന്ന പോലെ തന്നെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള പല ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികളെ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ലോയിൽ പറഞ്ഞിട്ടുള്ള പല സെക്ഷൻസും അതുപോലെ തന്നെ ടേംസും അങ്ങനെ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓൺ വേർഡ്സിൽ എഴുതാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ ഇതിനുള്ള മറുപടി ആദ്യം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ലൈവില്. സെക്ഷൻസ് അറിയാമെങ്കിൽ മാത്രം എഴുതാ, തെറ്റിച്ച് എഴുതി വയ്ക്കരുത്. ദെൻ ഓൺ വേർഡ്സിൽ എഴുതാന്ന് പറയുമ്പോൾ ലെജിബിൾ ആയിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രമേ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക ലോ പേപ്പറിൽ. ദെൻ ലോ പേപ്പർ ആണെങ്കിലും ഇതിൽ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സിമ്പിൾ വേർഡ്സിൽ തന്നെ പ്രസന്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പല ഏരിയാസ് ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ആ ഏരിയാസ് ഫോക്കസ് ചെയ്താൽ തന്നെ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ്. സോ ഇന്റേണൽ നമുക്ക് ടോട്ടൽ 30-ൽ 2 അസൈൻമെന്റിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15-നേക്കാൾ കൂടുതൽ എന്തെങ്കിലും ലഭിക്കും. ദെൻ ടോട്ടൽ 70 മാർക്സ് എക്സ്റ്റേണലിൽ നമുക്ക് 21 മാർക്ക് മതി ജയിക്കാൻ. അപ്പോൾ 21 എബോവ് നമുക്ക് എങ്ങനെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പം 4 ബ്ലോക്കിൽ നിന്നും നമുക്ക് എസ്സേസ് ഉണ്ടായിരിക്കും. 2 എസ്സേക്ക് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ എസ്സേ നമ്മൾ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോൾ ലീഗൽ എൻവയോൺമെന്റ്. ഇപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, അതിന്റെ കോമ്പോണൻസ്, അതുപോലെ തന്നെ ലീഗൽ എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങൾ, അതിന്റെ കോമ്പോണൻസ് നിർബന്ധമായി നോക്കണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എസ്സേ ചോദ്യമാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, അതിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ് മറ്റൊരു എസ്സേ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലാസ്റ്റ് ബ്ലോക്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഫെമയുടെ ബേസിക്സോ അതുപോലെ തന്നെ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എസ്സേ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ബ്ലോക്കിലത്തെ അല്ലെ 2-3 ബ്ലോക്കിലത്തെ മിനിമം നോക്കി വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പലതും നമുക്ക് ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പല കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷൻ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 കാര്യങ്ങൾ, ലീഗൽ എൻവയോൺമെന്റ് എന്ന ടോപ്പിക് ആണെങ്കിലും അതിൽ പറഞ്ഞുള്ള പല കാര്യങ്ങൾ. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും എസ്സേസിലോട്ട് ഫോക്കസ് ചെയ്ത് 2 എസ്സേയും കൂടി 30 മാർക്ക് കിട്ടും. ബട്ട് നമ്മൾ 2ഉം കൂടി ഒരു 15 മാർക്ക് മിനിമം പ്രതീക്ഷിക്കുന്നു. 2 എസ്സേ നിങ്ങൾ അറിയുന്ന പോലെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പകുതി മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 2ഉം കൂടിയിട്ടൊരു 15 ആയി. അപ്പോൾ തന്നെ ദെൻ ഇനി പാർട്ട് എയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ പലതും റിപ്പീറ്റ് ചോദ്യങ്ങളും ബേസിക്സും ആണ് വരാം. 8 എണ്ണത്തിന് 5 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. നമുക്ക് അതിൽ നിന്നൊരു 3 എണ്ണം കിട്ടിയാൽ മതിന്നേ. അപ്പോൾ തന്നെ ഒരു 6 മാർക്കായി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഒരു 3 എണ്ണെങ്കിലും കിട്ടാനൊരു പാടുണ്ടാവില്ല. ഞാൻ 2 മാർക്സിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ബയോഡിവേഴ്സിറ്റി എന്താണ്,
ലോ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾ ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ദെൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 അതിനെ പറ്റിയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, IPR അതിന്റെ കൺസെപ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ അമാൽഗമേഷൻ എന്താണ്, മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻ കൺസെപ്റ്റ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കുക. ദെൻ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണ്, പിന്നെ ബയോഡിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ബയോഡിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കണം എന്നുള്ളത്. ഓൺലൈൻ കോൺട്രാക്ട് എന്താണ്, അതുപോലെ തന്നെ ഫെമ എന്താണ്, അതിലെ കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റീസ് അതിന്റെ കൺസെപ്റ്റ് എന്താണ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ടോപ്പിക് അതെന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇത് നിർബന്ധമായി നോക്കി പോവുക. അതിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 ചോദ്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ നിന്നൊരു 3 കിട്ടാൻ ഒരു പാടില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ തന്നെ ഒരു 6 മാർക്കിനേക്കാൾ എബവ് കിട്ടിക്കഴിഞ്ഞാൽ എസ്സേയും പാർട്ട് എയും കൂടി രണ്ടും കൂടിയാൽ തന്നെ നമുക്ക് 21 എബവ്. ഇനി ഈ 2 പാർട്ടിലേക്കും പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബി 5 മാർക്സിൻ്റെ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ ലോനെ പറ്റിയിട്ട് പറഞ്ഞു. ലോ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ, കീ ആസ്പെക്ട്സ് ഓഫ് ലോ, നമുക്കത് 5 മാർക്കിൽ പ്രതീക്ഷിക്കാം. ദെൻ കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റിന്റെ കാര്യം നോക്കാൻ പറഞ്ഞില്ലേ, അത് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഇതൊക്കെ ഈ 5 മാർക്സിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 അതിന്റെ ബേസിക്സ്, കോമ്പറ്റീഷൻ ആക്ട് 2002ഉം MRTP ആക്ട് 1969 തമ്മിലുള്ള ഡിഫറൻസ് ചോദ്യങ്ങള്, ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ്, IT ആക്ടിനെ പറ്റിയുള്ള ബേസിക്, അതിന്റെ ഫീച്ചേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് 2 മാർക്കിൽ പറഞ്ഞില്ലേ, അത് തന്നെ നമുക്ക് കുറച്ചും കൂടിയും ഷോർട്ട് നോട്ടായിട്ട് ഇവിടെ പ്രതീക്ഷിക്കാം. ബയോഡിവേഴ്സിറ്റി അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ പാർട്ട് എക്കും പാർട്ട് സിയിലേക്കും പറഞ്ഞ പല ചോദ്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പാർട്ട് ബിയിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ ആ ചോദ്യങ്ങൾക്ക് കൂടി ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് മെയിനായിട്ട് ഒന്ന് പാസ്സാകണമെങ്കിൽ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും 90% അബവ് നിർബന്ധമായും സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.